ഹായ് ഗൈസ്, ഞാൻ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, എൻ്റെ അടുത്ത് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു, നിനക്ക് നിന്നെ ഇഷ്ടമല്ലേ, പിന്നെ നിനക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിലും നിനക്ക് എന്താണ്, പിമ്പിൾസ് ഇല്ലെങ്കിലും നിനക്ക് എന്താണ്. ശരിക്കും പറഞ്ഞാൽ പിമ്പിൾസ് ഉള്ള എന്നെയും പിമ്പിൾസ് ഇല്ലാത്ത എന്നെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിമ്പിൾസ് ഉണ്ടെങ്കിലും എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അടുത്ത് ക്യാമറയുടെ മുന്നിൽ മേക്കപ്പ് ഇല്ലാതെ വന്ന് നിന്ന് സംസാരിക്കുന്നത്. മേക്കപ്പ് ഇൻ ദ സെൻസ് ഐ ഹവ് നോട്ട് കൺസീൽഡ് മൈ ഫേസ്. എൻ്റെ മുഖത്ത് ഞാൻ കൺസീലറോ സ്കിൻ ടിൻറ്റോ ഫൗണ്ടേഷനോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയല്ലേ നമ്മൾ കെയർ ചെയ്യുന്നത്. സോ ഐ ലവ് മൈസെൽഫ്, സോ ഐ കെയർ ഫോർ മൈസെൽഫ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പിമ്പിൾസ് കുറച്ചെങ്കിലും മാറ്റാം എന്നുള്ള രീതിയിൽ വന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസമോ ഒരാഴ്ചയോ കൊണ്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഭവമല്ല ഈ പിമ്പിൾസ് എന്ന് പറയുന്നത്. ഇപ്പോഴും നിങ്ങൾ ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. പല പല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സൈഡിൽ എന്താ പറയുക, വൈറ്റൻഡ് ആയിട്ടുള്ള സ്കിന്ന് കാണിക്കും, വെളുത്തിട്ട് ഉള്ള സ്കിന്ന് കാണിക്കും, മറ്റേ സൈഡിൽ നിങ്ങൾക്ക് ഭയങ്കര റോ ആയിട്ടുള്ള സ്കിന്ന് കാണിക്കും. ശരിക്കും പറഞ്ഞാൽ അത് സത്യം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എൻ്റെ മുഖം ഇങ്ങനെ ആയി എന്ന് പറഞ്ഞു കാണിക്കും. അത് സത്യമായ ഒരു കാര്യമേ അല്ല. ഇത് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു നിങ്ങളുടെ സ്കിന്നിലെ ഡാർക്ക് സർക്കിൾസ് എന്താ പറയുക, ഇച്ചിരി പിഗ്മെൻറ്റേഷൻ എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മങ്ങാൻ ഒരു മിനിമം 28 ദിവസമെങ്കിലും എടുക്കും. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കണം. +2ൻ്റെ സമയത്തൊക്കെയാണ് ഈ പിമ്പിൾസ് വന്നു തുടങ്ങുന്നത്. ഞാൻ ഹോസ്റ്റലിലാണ് +1 +2 പഠിച്ചത്. സോ അവിടെ ചെന്നിട്ട് ഞാൻ ഇത്രയും നാളും എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് പിയേഴ്സ് സോപ്പാണ്. ഓക്കെ, അന്നെല്ലാം ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് പിയേഴ്സ് സോപ്പാണ്. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ ചെന്നപ്പോഴത്തേക്ക് നമുക്കൊരു സ്വഭാവം വരുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാവരും ഫേസ് വാഷ് ഉപയോഗിക്കും. അപ്പം നമുക്കും എന്ത് ചെയ്യും, നമുക്കും ഒരു ഇത് വരും, ഫേസ് വാഷ് ഉപയോഗിക്കണം, ഫേസ് വാഷ് ഉപയോഗിക്കണം. എന്നിട്ട് ഞാനും ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു. പക്ഷെ എൻ്റെ മുഖത്തിന് ആ ഫേസ് വാഷ് സ്യൂട്ടായില്ല. സ്യൂട്ടാവുന്ന ഇവർ പലരും കാണുമായിരിക്കും മുഖത്തിന്, പക്ഷെ എൻ്റെ മുഖത്തിന് ആ പ്രോഡക്റ്റ് സ്യൂട്ടായില്ല എന്നുള്ളത് ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് മനസ്സിലാക്കിയത്. അന്ന് എൻ്റെ മുഖത്ത് ഇങ്ങനെ പിമ്പിൾസ് വന്ന് കൂടി കൂടി വന്നുകൊണ്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ കോളേജിലൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി. എൻ്റെ വീടിനടുത്ത് കുറച്ച് അങ്ങോട്ട് പോകുന്നിടത്താണ് ഒരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്. അപ്പം ആ മാമിൻ്റെ അടുത്ത് ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, കുറേ വഴക്ക് പറഞ്ഞു. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഫേസിന് സ്യൂട്ടായിട്ടുള്ള പ്രോഡക്റ്റ്സ് അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അനാവശ്യമായിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് നിങ്ങളുടെ മുഖത്ത് ഇടരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. സോ അതിനെ പറ്റിയൊക്കെ ഞാൻ നിങ്ങളുടെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഐ എം സ്റ്റിൽ ഇൻ ദ ജേർണി ഓഫ് ക്യൂറിങ് മൈ പിമ്പിൾസ്. അപ്പം ഐ ലവ് മൈസെൽഫ്, സോ ഐ കെയർ ഫോർ മൈസെൽഫ് ആൻഡ് ഐ കെയർ ഫോർ മൈ പിമ്പിൾസ് ആസ് വെൽ. സോ എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഐ ലവ് ആൻഡ് അക്സെപ്റ്റ് മൈസെൽഫ് ജസ്റ്റ് ദ വേ ഐ ആം. So, okay, bye.